ഓണം ദാ വടി കിടന്ന് ഇങ്ങെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഓണം ഷോപ്പിങ്ങിന് പോവാണ്. അങ്ങനെ ഇതാ ഷോപ്പിലെത്തിയിട്ട് ആദ്യം പാപ്പനുള്ള പാവാടയും ബ്ലൗസിനും ഉള്ള മെറ്റീരിയൽ എടുക്കാമെന്ന് കരുതി കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം നല്ല കളേഴ്സായിരുന്നു. പിന്നെ ഇല്ലാത്ത ഒരു കളർ നോക്കി എടുക്കാമെന്ന് കരുതിക്ക് പിന്നെ ഞാനൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ബ്ലൗസും സ്കേർട്ടുമാണ് കേട്ടോ എടുത്തത്. റെഡൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതെടുത്തിട്ട് പിന്നെ അമ്മയ്ക്ക് സാരി നോക്കാമെന്ന് കരുതി. കുറേ നാളുകൊണ്ട് അമ്മ പറയുന്നുണ്ട് ഒരു ബനാറസി സാരി വേണം എന്നുള്ളത്. അങ്ങനെ ഒരു സെമി ബനാറസി സാരി എടുത്തിട്ടുണ്ട്. ഒരുപാട് കളേഴ്സ് നോക്കി, പക്ഷേ എനിക്കൊരു ബ്ലൂ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടുത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വസൂന് എടുക്കാനായിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ ഉടക്കിയത് മഞ്ഞയാണ്. അത് എവിടെ പോയാലും ഫസ്റ്റ് എൻ്റെ കണ്ണിൽ ഉടക്കുന്നത് മഞ്ഞയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചൊക്കെ നോക്കി. ഈ ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മുന്നേ നിന്ന് നോക്കാതെ ഫ്രണ്ട് സൈഡ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു കഥകളി പ്രിൻറ്റ് വരുന്നുണ്ട്. നല്ല ഒരു എലഗൻ ഡിസൈനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ ബില്ലിംഗ് സെക്ഷനും കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ടീഷർട്ട് കണ്ണിൽ ഉടക്കിയത്. നല്ല ഭംഗി, നല്ല റെഡിൽ പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ. വീട്ടിലൊക്കെ ഓണ സമയത്ത് വീട്ടിലൊക്കെ നമുക്ക് എന്താ പറയുക, എല്ലാ കുട്ടികൾക്കും ഒരുപോലെയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബനിയനായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ വന്നപ്പോൾ നല്ല ഫ്രോക്കുകളൊക്കെ കിടക്കുന്ന കണ്ടു. ഇപ്പോൾ പാപ്പുവിന് 1-2 ഫ്രോക്കുകൾ എനിക്ക് നോക്കണമായിരുന്നു. അങ്ങനെ അവിടെ ഉള്ളത് സകലതും വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഈ ഒരു ലൈറ്റ് യെല്ലോയാണ് കേട്ടോ, അതെൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രീനും. അങ്ങനെ പിന്നെ ഒരുപാടെണ്ണം വെച്ച് നോക്കിയിട്ട് അവിടുന്ന് ഒരു 2 ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താഴെ വന്നപ്പോൾ ഈ ഒരു കട്ട് വർക്കിൻ്റെ സാരി സെക്ഷനായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം അമ്മ യൂഷ്വലി ഉടുക്കാത്ത ടൈപ്പാണ്. നല്ല കട്ട് വർക്ക് വരുന്ന ഒരു ഒണിയൻ പിങ്ക് ആയിരുന്നു കേട്ടോ കളർ. നല്ല വെറൈറ്റി കളറും ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാരീസൊക്കെ നല്ല കളർ കോമ്പിനേഷനിലായിരുന്നു കേട്ടോ. നല്ല പർപ്പിൾ, ഗ്രീൻ എല്ലാം നല്ല ബ്രൈറ്റ് കളേഴ്സിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ എടുത്തു. അമ്മയ്ക്ക് സാരി മാത്രം പോരാ, സാരി വാങ്ങിക്കൊടുത്താൽ അതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലും വാങ്ങിക്കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ പർച്ചേസിങ് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി കേട്ടോ. ഇന്ന് സമയപരിമിതി മൂലം ഫുഡ് കഴിക്കാനൊന്നും കയറിയില്ല. നേരെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പം